പെണ്ണേ, കണ്ണുകൊണ്ട് കാമുകന്മാരെ മയക്കിയെടുത്ത കിടക്കണ്ണിന്റെ ഉടമയായ പെണ്ണേ, ഒരുപാട് മണിക്കൂറുകൾ ആ കണ്ണുകൊണ്ട് ഹറാമ കണ്ട ചെറുപ്പക്കാരാ, ബ്ലൂ ഫിലിം കണ്ട ചെറുപ്പക്കാരാ, വാഹനത്തിന്റെ അകത്തും കാറിന്റെ അകത്തും കാർ ഷെഡിലും റോഡിലും ലൈബ്രറിയിലും ഒക്കെ ഇരുന്നത് കൊണ്ട് നടന്നു പോകുന്ന പെണ്ണിന്റെ സൗന്ദര്യം ആസ്വദിച്ച ചെറുപ്പക്കാരാ, ഖബർ ആരുമില്ലാത്തതാണടാ. കൂട്ടുകാരില്ല, സഹോദരങ്ങളില്ല, സഹയാത്രികരില്ല, സഹപാഠികളില്ല, ആരുമില്ലാത്ത ഖബറിന്റെ കത്തളത്തില് നീ അനുഭവിക്കാൻ പോകുന്നത് ആ കണ്ണ് ചെയ്തതിന്റെ പരിണിത ഫലങ്ങളാണ്. മറക്കണ്ട ചെറുപ്പക്കാരാ. പെണ്ണേ, ലോകത്താണുങ്ങളെ മയക്കാൻ ആദ്യം നീ ചെലവാക്കുന്നത് കണ്ണിനെയാണ്, ചലിപ്പിക്കുന്നത് കണ്ണിനെയാണ്, അടയ്ക്കുന്നത് കണ്ണിനെയാണ്, തുറക്കുന്നത് കണ്ണിനെയാണ്. ആ കണ്ണിന്റെ കാമത്തെ ഇത് വിടുന്ന നോട്ടമാണ് ലോകത്തെ വ്യഭിചാരങ്ങളും ഒളിച്ചോട്ടങ്ങളും അനാശാസ്യങ്ങളും അനാഭാസങ്ങളും നടത്തുന്നതെങ്കിൽ ഇന്ന് മുതൽ തീരുമാനിച്ചോ മോളെ, ഈ കണ്ണിന്റെ ഹബീബിനെ കാണാനുള്ളതാണ്, ഈ കണ്ണിന്റെ സ്വർഗം കാണാനുള്ളതാണ്, ഈ കണ്ണ് സ്വർഗത്തിന്റെ അരുവികളും ആനന്ദങ്ങളും ആഹ്ലാദങ്ങളും ആസ്വദിക്കാനുള്ളതാണ്. ഈ കണ്ണിനിക്ക് ഹറാമ കാണാനുള്ളതല്ല. ചെറുപ്പക്കാരാ, ആരുമറിയാതെ വീടിന്റെ ബെഡ്റൂമിന്റെ അകത്ത് കിടന്നുകൊണ്ട് നീ സെക്സ് കാണാറില്ലേ? എന്തിന് ചെറുപ്പക്കാരാ? ആർക്കു വേണ്ടി ചെറുപ്പക്കാരാ? ഒരു നിമിഷം കൊണ്ട് അവസാനിക്കുന്ന സുഖത്തിന് വേണ്ടിയിട്ട് ജീവിതത്തിന് മുഴുവനും നിനക്ക് കച്ചവടം ചെയ്ത് നരകം വാങ്ങണോ? പൊന്നുമോനെ, ആലോചിക്കണം ചെറുപ്പക്കാരാ, പേടിച്ച് കരയണം ചെറുപ്പക്കാരാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് തന്നിരിക്കുന്ന ജീവിതത്തിന്റെ ശുദ്ധിയും വൃത്തിയും ആ കണ്ണുകൊണ്ട് കാത്തു സൂക്ഷിക്കാൻ നിനക്ക് കഴിയണം മോനെ.